വിശ്വാസമില്ല. അതൊക്കെ ഒരു കെട്ടുകഥയാണ്. മനുഷ്യരെ പേടിപ്പിച്ച് വിശ്വാസം എനിക്ക് ഞാനിതൊരു കാണാതെ സാധനം എങ്ങനെ കഴിയില്ല. ഞാൻ പറഞ്ഞില്ല ഒട്ടും വിശ്വാസമില്ല. എനിക്ക് തീരെ വിശ്വാസമില്ല ഭൂതപ്രവാദികളിൽ. മനുഷ്യഭൂതത്തിനെയും മാത്രമേ പേടിയുള്ളൂ. ഇത് പണ്ട് ഓരോരുത്തരെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഓരോ കാര്യങ്ങള് ഭൂതം പ്രേതം എന്നൊക്കെ, അത് എനിക്ക് തീരെ വിശ്വാസമില്ല. എന്റെ നേർക്ക് വന്നാൽ ഞാൻ തല്ലിക്കൊല്ലും. എനിക്ക് ഭൂതത്തിനെ പേടിയാണ്. ഭൂതത്തിന്റെ വിശ്വാസമുണ്ട്, പ്രേതം ഇല്ല എന്നുള്ള വിചാരമാണ്. എന്താണ് എന്തുകൊണ്ട് ഓരോ ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ നിലനിർത്താൻ വിശ്വാസം ഉണ്ടോ ചോദിച്ചാൽ ഇല്ലാതില്ല, ഉണ്ട് അല്ലേ? വിശ്വാസമില്ല. എനിക്ക് തന്നെ ഭൂതപ്രേതത്തിൽ നമ്മള് വിശ്വാസമില്ല. ദൈവം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഭൂതൊക്കെ പേടിയൊന്നുമില്ലേ? അത് അയ്യ, അങ്ങനെ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മളെയൊക്കെ അതും പറഞ്ഞ് പേടിപ്പെടുത്തിയതല്ലേ. അങ്ങനെ പേടിയൊന്നുമില്ല എനിക്ക്. പ്രേത സിനിമകളൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. 3, 4, 5 പ്രാവശ്യമൊക്കെ ഞാൻ കാണും, അത്രയേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. നാരായണനോ? വരൂ. എന്തൊക്കെയുണ്ട് പേപ്പർ വിശേഷങ്ങള്? പീഡനം, ദുർമന്ത്രവാദം, കൊല, ഇതിനൊക്കെ അഗൻസ്റ്റ് ഗവൺമെൻറ് നിയമം കൊണ്ടുവരുന്നുണ്ട്. അത്ര കൊണ്ടുവന്നാൽ നന്നായിരുന്നു. മറ്റേ സിനിമ വന്നിട്ടുണ്ട് ന്യൂ തിയേറ്ററില്. സെക്കൻഡ് ഷോ പോയാലോ? റെഡി. ഈ ഇല്ലാത്ത പ്രേതങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ പേടിപ്പെടുത്തുന്ന പരിപാടിയാണല്ലോ സിനിമക്കാരുടെ. പക്ഷെ എന്താണ്, പഴയ സിനിമകളില്ലേ, ഭാർഗവി നിലയം, യക്ഷി, ഇംഗ്ലീഷിൽ ഡ്രാക്കുള, എക്സോർസിസ്റ്റ്, ഹിന്ദിയിൽ ബീസാൽ ബാൽ, ഇതൊക്കെ ഭയങ്കര കാണാൻ നല്ല രസമുള്ള സിനിമയാണ് കേട്ടോ. എനിക്കതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇതിങ്ങനെ കാണും. വളരെ താങ്ക്സ്. ഓക്കെ. കഷ്ടമാണത്. എന്താ ഈ വണ്ടിക്ക്? ഏയ്, ഒന്ന് നിൽക്കാമോ? ആരാ? എന്താ? ഞാൻ യക്ഷൻ. യക്ഷികളെ പറ്റി കേട്ടിട്ടുണ്ട്. യക്ഷനോ? അതെ. ബീഡിയുണ്ടോ ഒന്നെടുക്കാൻ? സാധാരണ ചുണ്ണാമ്പല്ലേ ചോദിക്കുക, ഇതെന്താ വീട് ചോദിക്കുന്നത്? ഇനി തീപ്പെട്ടിയും ചോദിക്കോ? വേണ്ട, എന്റെ ചുണ്ടിൽ വെച്ച തനിയെ കത്തും. തനിയെ കത്തുന്ന വീടിയെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. വേഗം താ, 2 പുക എടുത്തിട്ട് വേണം നിന്റെ ചോര കുടിക്കാൻ. അതിന് ഞാൻ വീഡിയൊന്നും വലിക്കാറില്ലല്ലോ യക്ഷ. ബീഡിയില്ലെങ്കിൽ പിന്നെ മറ്റവനുണ്ടോ? ഏത് മറ്റവൻ? ഇപ്പൊ നാട്ടിൽ വൻ ഡിമാൻഡ് ഉള്ളത് കഞ്ചാവല്ലേ, അതുണ്ടോ? തിരക്കേടില്ലല്ലോ, താൻ അതും വലിക്കൂ. പിന്നൊരു സംശയം, ഇപ്പൊ നാട്ടിൽ യക്ഷിമാരൊന്നും ഇല്ലേ? ആലപ്പൂവിന്റെ മണമൊന്നും കിട്ടുന്നില്ലല്ലോ. ഗതി കെട്ടാ പിന്നെ എന്ത് ചെയ്യും? ചെറുപ്പക്കാർ ഇപ്പൊ അതിന്റെ പിന്നാലെയല്ലേ. തനിക്കിതൊന്നും അറിയില്ലേ? ഒന്നിനെയും കിട്ടാനില്ല. ഓട്ടോ, കാറ്, ലോറി, ബസ്, തീവണ്ടി, JCB, വിമാനം, പോലീസ്, പട്ടാളം, തെങ്ങുകയറ്റം, തട്ടിപ്പ്, വെട്ടിപ്പ്, തൊഴിലുറപ്പ്, ആശപ്പണി എന്ന് കണ്ട് എല്ലാ തൊഴിലുകളും പെണ്ണുങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ആണുങ്ങൾ നിവൃത്തിയില്ലാതെ അവരുടെ പണി ഏറ്റെടുത്തതാണ്. ലിംഗസമത്വമല്ലേ?
നിങ്ങൾ ചോദിച്ചതൊന്നും എൻ്റെ കയ്യിലില്ല. വേറൊരു നല്ലൊരു സാധനമുണ്ട്, അത് തട്ടെ. അതെന്താ? വാറ്റ് ചാരായ കശുമാങ്ങ വാറ്റിയ സ്വയംഭൻ സാധനമാണ്. നോക്കുന്നു? ആ, കേട്ടിട്ടുണ്ട്, പക്ഷെ കഴിച്ചിട്ടില്ല. എന്നാലൊന്ന് കഴിച്ചു നോക്ക്. കഴിച്ചു കഴിഞ്ഞാൽ ലോകം തരികിട തിത്തൈ. ഇപ്പൊ വരാം. ഇതാ യക്ഷദേവാ, വയറ് കാളുന്നല്ലോ. അയ്യോ, സഹിക്കാൻ വയ്യേ. ഓ, എങ്ങനെയാണ് ഇവന്മാരിതെല്ലാം അകത്താക്കുന്നത്? ഔ, ഇനി ഇവിടെ നിൽക്കാൻ വയ്യേ, ഞാൻ പോകുന്നു. അമ്പമ്പോ ഒറ്റയടിക്ക് തീർത്തോ? ഇന്നലെ വീണുടഞ്ഞ കുപ്പയുടെ ചില്ലുകളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. പ്രേതം ഇല്ലെന്ന് പറഞ്ഞവർ ഇത് വിശ്വസിക്കുമോ ആവോ? ഓഹോ, രക്ഷപ്പെട്ടു. ഞാൻ ഒപ്പിച്ചെടുത്ത അതേ കടയാണല്ലോ. യക്ഷൻ രക്ഷപ്പെടുത്തിയെന്നാണ് തോന്നുന്നു. ഓം യക്ഷായ നമഃ.